വാടാ. ഓയ്യോ. ഹലോ ഗായ്സ്, വെൽക്കം ടു കുട്ടപ്പൻ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ എപ്പിസോഡ് 2 നമ്മൾ മൈനിങ്ങിന് പോവാണ്. അത് നിങ്ങൾ കാണാൻ സാധിക്കും. നമുക്കൊരു അയറൺ ആർമർ, ഒരു ലെഗിങ്സ്, പിന്നെ ഒരു ഷീൽഡ്, പിന്നെ സോഡ്, ഇത് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് മാക്സിമം ഫുൾ അയൺ ആർമർ ആവാൻ നോക്കണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിപാടി. അപ്പം നമുക്ക് വൈകാണ്ട് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം മൈനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടോർച്ചസ് ആണ്. ആ ടോർച്ചസ് ഇനി നമുക്ക് എവിടെ നിന്ന് ഇട്ടാനാണ്? കോളിൽ നിന്ന് കിട്ടും. അപ്പോൾ കോളിന് വേണ്ടി സ്റ്റിക്സ് ആണ്. ഇത് വേണം നമുക്ക് കുറച്ച് വില്ലേജിൽ നിന്ന് എടുക്കാം. ഒരു കോൾ വരെ എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് ടോർച്ച് കളക്ട് ചെയ്യാം. ഒരു 12-15 വേണ്ടി വരും. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട അത്ര ടോർച്ചസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വുഡ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വുഡില്ലെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് അവിടെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, പണ്ടത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്ക് അത് ഓടിച്ചെന്നെടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കുക? ഓക്കെ, നമുക്കിനി ഒരു ആക്സ് ഉണ്ടാക്കാം ഗൈസ്. അതിന് വേണ്ടി കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് അയണില്ലടാ, അയൺ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അവരെ ക്രാഫ്റ്റിംഗ് ടേബിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ നമ്മളെ ബേസിൻ്റെ അവിടേക്ക് പോവാം. ബേസിൻ്റെ സ്ഥലമൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല. ഗൈസ്, നമ്മളെ ചാറ്റിൽ നമ്മുടെ ഡിസ്കോഡ് ഇട്ടിട്ടുണ്ട്. സോറി കോർഡിനേറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അതേ കോർഡിനേറ്റ്സിലാണ് പോകേണ്ടത്. നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മൈനസ് ആണ് ഗൈസ്. അയ്യോ എടാ, അത് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ ഗൈസ്. നമുക്കാദ്യം -27 പോവാം. -27 ഇനി മുന്നിക്ക് പോയാ ക്രീപ്പർ. അയ്യോ, എനിക്ക് കൺട്രോൾ കിട്ടിയില്ലേ? കൺട്രോൾ മാറിപ്പോയി, നാണക്കേടായി. അയ്യോ, കൺട്രോൾ അടക്കിയിട്ട് ഇവിടെ എവിടെയും കൂടുതലല്ലോ ഗൈസ്. അയ്യോ അയ്യോ, ആകെ പ്രശ്നമായി. ഈ സൈഡ് പോയാൽ കൂടുണ്ട്. നമുക്ക് ആ സൈഡ് പോവാം. അതേ ഇരിക്കണ ബെസ്റ്റായി, നല്ല ബെസ്റ്റായിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് കുറേ സമയം പോയി. ഇനി ഞാൻ കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. വുഡ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ വുഡ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണാമേ. ഓക്കെ, അപ്പം നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു അയറം വെച്ചൊരു ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് അതുപോലെ ഒരു ആക്സ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഫുള്ള് റെഡിയാണ്. ടോർച്ചസിന് കുറച്ച് പ്രശ്നം ഉണ്ടെന്നുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് കേവിന് കുറച്ച് കോളിട്ടും. രാത്രി ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. രാത്രി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ സംശയം. രാത്രി കഴിഞ്ഞിട്ട് പോയാൽ മതി ഗൈസ്. അപ്പോൾ ആശ്വാസമായിട്ട് പോവാം. പിന്നെ ബെഡ് എടുക്കണമെന്നൊരു ചെറിയ സംശയം. ബെഡ് എടുക്കണ്ട. ബെഡ് എടുത്തു കഴിഞ്ഞാലേ എന്താ പറയുക, റീസ്പോൺ ആവാൻ പറ്റില്ല. ഇവിടേക്ക് വരണം. അപ്പോൾ രാത്രി ആവുന്നുണ്ട്. ഇനി അടുത്ത ദിവസം പോവാം. അപ്പോൾ അടുത്ത ദിവസം നിങ്ങളെ കാണാമേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേവ് കണ്ടുപിടിക്കാം ഗൈസ്. ഓക്കെ, ഒറ്റ മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഒരു പുതിയ കേവ് കണ്ടുപിടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കിന്നുണ്ടോ? നിങ്ങൾ എൻ്റെ സ്കിന്ന് വരുന്നില്ല ഗൈസ്, എന്താണാവോ? ഗൈസ്, ഞാനൊരു കേവ് നോക്കി വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ വീഡിയോയിലൊരു ശബ്ദം അടഞ്ഞ പോലെ ഉണ്ടായി. എന്താണോ എനിക്കറിയില്ല. അയാൾ സ്വകാര്യം പറയണ പോലെയാണ് പറയണ്ടായേ. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ വരുന്നുണ്ട്. പുതിയ കേവൊന്നും ഇവിടെ കാണുന്നില്ല. അശ്ശോ,
ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ പുതിയ കേവ് നോക്കാണ്. അവിടെയാണ് കേവ്. അതന്നെ അവിടെയാണ്. അത് ഇവിടെയാണോ? ഇവിടെ തന്നെ. ഇതാണ് നമ്മളെ കേവ്. അത്യാവശ്യം നല്ല കേവ്. ഈ വേൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറേ കേവ്സ് ഉണ്ട്. അതാണ് ഈ വേൾഡിൻ്റെ പ്രത്യേകത. നമുക്കാണെങ്കിൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് നേരെ ആ വയറ് കാണുന്നുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട ഓടാ അവിടെ ഇവിടെ നിറച്ച വയറാടാ. നല്ല ബെസ്റ്റായിട്ടുണ്ട്. ഇതിൽ വെച്ചാൽ വാട്ടർ ബക്കറ്റും ഇല്ല. കുഴപ്പമില്ല ഗൈസ്. അയ്യേ നൂബ് ഗൈസ്. ഞാൻ അയറ് നോക്കിയിരിക്കായിരുന്നു അല്ല കോൾ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. നോക്കും ഞാൻ വീണേക്കണ്. എങ്ങനെ ഇരിക്കണ് എടാ. അയ്യോ അവിടെ മോളിക്ക് എത്തി. നൂബ് തിങ്സ്. പിന്നെ ഞാൻ ഭയങ്കര നൂബാണ് ഗെയിമിന്. അടാ ഒയ്യോ ഇവനോ ആടാ. ഒയ്യോ ആദ്യത്തെ എതിരാളിന് ഇത്ര പാട് ഗെയ്സ്. കുഴപ്പമില്ല, നമുക്കൊരു ലാവയിലിട്ട് കത്തിക്കാം. വാടാ. ഒയ്യോ ഞാൻ അപ്പിടും ഗൈസ്. മണ്ടൻ ഞാൻ പൊട്ടൻ വല്ല കാര്യം ഉണ്ടായോ എനിക്ക്? അവിടെ അത് വിച്ചാടാ. സോമ്യോ അതൊന്നല്ല, വിച്ചാണ്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവാൻ വേറെ അതോ ലാവി ഉണ്ടായി. എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഡയമണ്ട് ആർമർ വല്ലതും ആയിരുന്നെങ്കിൽ മോനെ. നമുക്കിനി നിറച്ചുണ്ട്. എപ്പോഴും വിച്ചുണ്ടോ? ഇല്ലടാ വിച്ചില്ല. ഹാപ്പി ഹാപ്പി ഹാപ്പി. നമ്മുടെ സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് പോയിട്ടില്ല. അയ്യോ എവിടാ? വാടാ. റോമിയൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതെ നമുക്ക് നമ്മളെ സെറ്റാവും. നമ്മൾ ഒന്നും വരുന്നില്ലല്ലോ. സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ സോമിയുടെ ശബ്ദം നമുക്ക്. അയ്യോ നമ്മളെന്തിനാ സോമിനെ പേടിക്കണം? വാടാ. ആണാ ചെല്ലുക. ശരി കത്തുന്നോടാ. ഫുഡ് കഴിക്കട്ടോ. ഫുഡ് ഉണ്ടോ? ഫുഡില്ലെങ്കിൽ ഞാനപ്പം പോട്ടോ. ഒരുപാട് എയറുണ്ട്, അതിന് നമുക്ക് വേണ്ട ഗൈസ്. ഓക്കെ, ഇപ്പോൾ നേരെ നമ്മൾ അയറൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നൈസ്. കിഡിലം സീഡാണ് ഗൈസ്. കിഡിലം മസ്റ്റ് ട്രൈ സീഡാണ്. എൻ്റെ പൊന്നു അയറിൻ്റെ ഒരു കുമ്പാരുണ്ട് ഗൈസ്. രക്ഷയില്ല. പക്ഷെ നമുക്ക് കോൾ വേണം കേട്ടോ ഗൈസ്. കോളില്ലെങ്കിൽ എന്തിനാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്? ഞാൻ കുറച്ച് കോള് കളക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണാവേ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് കോള് കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇനിയും എനിക്ക് അയൺ കളക്ട് ചെയ്യണമെങ്കിൽ ഞാൻ സിമ്പിൾ അയൺ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ റിസ്ക് എടുത്തിട്ടുള്ള അയണൊന്നും കളക്ട് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനത്തെ അയണൊക്കെ കളക്ട് ചെയ്യാം. അവിടെ കുറച്ച് അയണൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. അവിടെ എന്തോരം അയൺ. ഞാനും പറയണില്ല, പറഞ്ഞ് ചിലപ്പോൾ അയറേ കിട്ടില്ല. എത്ര അയൺ ആയിട്ടുണ്ടാവും ഗൈസ്? ഞാൻ ഗെസ് ചെയ്യാം ഒരു 16 അയൺ. ഗൈസ് 30 അയണ ഞാൻ തുടങ്ങിയുള്ളൂ. ഇത് വൈബ്, പൊളി വൈബാടാ. തോന്നാണത്. അവിടെ ഒരു സ്പൈഡറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ട്. അവിടുത്തെ പട ഗെയിമാട്ടത്. ഇനി കുറച്ചുകൂടി പോയാൽ ഡയമണ്ട് കിട്ടും. ഡയമണ്ട് കിട്ടണം ഗൈസ്. ഡയമണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഡയമണ്ടിന് വേണ്ടി പോകുമ്പോൾ ഡയമണ്ട് ഒന്നും കിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പം എത്രയും 38. എൻ്റെ പൊന്ന്, നമ്മളെ ഫുൾ അയറണ കഴിഞ്ഞു. ഇത്ര മതി. ഇത്ര ഞാൻ വിചാരിച്ചു. ഇത്രയ്ക്ക് വേണ്ടി ഞാൻ പോയേ. തുടങ്ങിയപ്പോഴേക്ക് എത്തിയടോ. ഭയങ്കര സോമ്പിൻ്റെ ശബ്ദം. അയ്യോ പേടിപ്പിക്കാൻ വേണ്ടി വന്നേക്കും. അയ്യോ എൻ്റർമാൻ ഉണ്ട്. അയ്യോ അവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്.
ടോർച്ചിടാം. അവനെ പേടിപ്പിക്കാൻ വേണ്ടി മര്യാദക്കിരുന്ന മൈനിയായിരുന്നു. ജീവൻ പോയെന്നുള്ളതാ. അത് ഈ വീഡിയോ എടുക്കുന്ന നേരത്തെ എൻ്റെ ശ്രദ്ധ അത്രയ്ക്കില്ല. പിന്നെ ഞാൻ നല്ല രൂപമാണ്. ഒരു കയ്യിനെ പിടുത്തെങ്കിൽ കിട്ടിയതായിരുന്നു ഗൈസ്. പക്ഷെ അതൊക്കെ പോയി. കുറേ നാളത്തേക്ക് കളിക്കാണ്ടിരുന്നു. നമ്മൾ ആ ഇരുട്ടത്തിലേക്ക് അത്ര പോകുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം കണ്ട് കാണുന്ന നേരമാണ് എല്ലാം കളക്ട് ചെയ്യാം. റിസ്ക് എടുത്തിട്ടുള്ള നേരം വിച്ച് കാണില്ലല്ലോ ഗൈസ്. ആ വിച്ചൊരു ഭ്രാന്തി തന്നെ. വിച്ചൊരു ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നമുക്കൊരു കാണിച്ചു ഗൈസ്. നമുക്ക് കുറച്ചും കൂടി നമ്മളെ കോള് കളക്ട് ചെയ്യാം. അവിടെ ഒരു അയരം കാണുന്നുണ്ട്. പക്ഷെ എനിക്കത് കളക്ട് ചെയ്യുന്നു വയ്യ. എന്നുവെച്ചാൽ നമ്മൾ റിച്ച് ആണ്. ഈ ചെയറിലൊക്കെ നമ്മൾ റിച്ചാണ്. കുറച്ചുകൂടി അടിക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഡബിൾ കിട്ടും ഗൈസ്. എൻ്റെ ശബ്ദം ഇവിടെ കുറച്ച് അയർ. അവിടെ ഒരു അയറുണ്ട്. ഇവിടെ ഒരു അയറുണ്ടായി. എനിക്കത് അറിയാം ഇവിടെ ഒരു അയറുണ്ടെന്ന്. അത് തന്നെ അവിടെ ഉണ്ട് ഗൈസ്. അപ്പുറത്തെ സൈഡിലുണ്ട്. ഓക്കെ, സിമ്പിൾ സ്ഥലത്തല്ല അയറുണ്ടോ നോക്കാം. നമ്മളൊരു ബ്ലോക്ക് കയ്യിൽ വയ്ക്കാം. ഓക്കെ, നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് ബ്ലോക്ക്. ഇവിടെ പ്ലീസ് നമ്മൾ ബ്ലോക്ക് ആ ഭാഗത്ത് കുറിച്ചിട്ട് ഇവിടെ ഇവിടെ നമുക്ക് കളക്ട് ചെയ്യുന്നത് ഗൈസ്. സിമ്പിളാണ്. നമുക്ക് നേരെ മുറിക്ക് പോയാലോ ഗൈസ്. അത് നമുക്ക് ഫുൾ ആർമർ ആവാം ഗൈസ്. ഓക്കെ ഗൈസ്, അത് നമ്മൾ അയറൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 42 ആയിട്ടുണ്ടാവും. ഓസോ ആ സെറ്ററാ 55 എടാ. ഇത് എന്താ വേണ്ടത് നമുക്ക്? ഒരു പ്രാവശ്യം ചാവും. എന്താ വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇത്ര പൈപ്പ് തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒരു പൈവായി മുളെത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നു. കേസ് അപ്പം നമുക്കിനി നമ്മളെ ബേസിൻ്റെ അവിടെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബേസ് എത്തിയിട്ടുണ്ട്. നമുക്കൊരു ബ്രെഡ് കഴിക്കാം. നമ്മളിലുള്ള എല്ലാ അയറും നമുക്ക് സ്മെൽറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ 55 അയറൻ. ഇതിന് നമുക്ക് കോൾ ഉപയോഗിക്കണം വേണ്ട അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് കുറേ വുഡ് ഉണ്ടാക്കാം. ഓക്കെ, അത്യാവശ്യം വുഡായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സ്ലാബ്സ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ സ്ലാബ്സ് കേട്ടിട്ടുണ്ട്. സ്ലാബ്സാണ് വുഡിൻ്റെ ആയിട്ടും ലാഭം. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു 32 ഇടാം. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കാം. ഇതിൻ്റെ പകുതി എടുത്തിട്ട് എടാ ഞാൻ മറന്നുപോയി. നമുക്ക് ഇതുണ്ടാ റിച്ച് ഒടുക്കത്തെ റിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഇതെടുത്തേ നമുക്ക് ഇതിലും ഉണ്ടാക്കിയാൽ മതി. അയറൺ ഇവിടെ അതേ അയറൺ നമുക്ക് നമ്മളെ സ്ലാബ്സ് കൂടെ കൊണ്ടിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി അടുത്ത ദിവസത്തിന് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവേ. അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അയറിൻ്റെ പ്രത്യേകിച്ച് കുറേ ആവശ്യങ്ങളുണ്ട്. അയറിൻ്റെ ആവശ്യമില്ല എന്ന് പറയണില്ല. ഓക്കെ, അപ്പം നമുക്കിനി കണ്ടോ ഗീസ്. ഓക്കെ, നമുക്കിനി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്കിപ്പോൾ എന്തൊക്കെയാണ്? ബൂട്ട് വേണം, ഹെൽമെറ്റ് വേണം. ഓക്കെ, സെറ്റ്. ബൂട്ടാണ് നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു ബൂട്ടിനുള്ള അയറുണ്ട്. ഒരു ബൂട്ട് ഒരു ഹെൽമെറ്റ് മതി, ധാരാളം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മളെ ഹെൽമെറ്റ് ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഹെൽമെറ്റ് ഇടാം. കണ്ടോ ഗൈസ്, എൻ്റെ സ്കിന്നിന് എന്താ പറ്റിയ ഗൈസ് എനിക്കറിയില്ല. ഹെൽമെറ്റ് ഫുൾ അയറൺ ആർമർ. ഇനി ഒരു ശവലും കൂടി ഉണ്ടാക്കി നമ്മളെ ഫുൾ അയറൺ ടൂൾസ് ആയിട്ട് ഗൈസ്. അതിപ്പം ഗൈസ് ഇപ്പായി ദേറായിടാ. ഇത് നമുക്ക് നമ്മളെ സോഡ് ഏറ്റവും ആദ്യത്തെ ഓർഡറിൽ, സെക്കൻഡ് ആക്സ്, തേർഡ് ഐറൺ പിക്കാക്സ്, ഫോർത്ത് ഷവല്. അവിടെ ഇത് കൊണ്ടോ ഗൈസ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് മൂന്നാമത്തെ ഡേയ്സിന് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഫുൾ ഐറണായി വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിക്കാമെന്ന്. എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുൾ മൈനിങ് ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.